നമസ്കാരം. ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം 1201 ആണ്ട് മലയാള പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. അത് രോഹിണി നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം പിറക്കുമ്പോൾ വേഴൻ 2 ധനസ്ഥാനത്ത് നിൽക്കുകയാണ്. വേഴൻ 2 അത് ധനസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പം സർവേശ്വര ഗ്രഹമാണ്. സർവേശ്വര ഗ്രഹമായ വേഴം 2 നിൽക്കുന്നത്, ധനസ്ഥാനം, പിന്നെ കുടുംബസ്ഥാനം, വാക്കിൻ്റെ സ്ഥാനം, ഇതെല്ലാം 2. അപ്പോൾ 2 വേഴം നിൽക്കുന്നത് ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ അവരെ സംബന്ധിച്ച് ഉദ്ദിഷ്ട കാര്യങ്ങൾ പലതും നടക്കും. അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അത് വീടുകളിൽ മംഗളകരമായ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കാവുന്നതാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വിവാഹം നടക്കാവുന്നതാണ്. വിവാഹം ആലോചന നടത്തുന്നവർക്ക് അതിനുള്ള കാര്യങ്ങളെല്ലാം വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും. അപ്പം മംഗളകരമായ കാര്യങ്ങളെല്ലാം വേഴൻ 2 നിൽക്കുമ്പോൾ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യുന്നതാണ്. അതുകൂടാതെ ശനി 11 നിൽക്കുന്നത്. 11 നിൽക്കുന്ന ശനി ഗുണം ചെയ്യും. വരവിൻ്റെ സ്ഥാനമാണ് 11, ശുഭസ്ഥാനമാണ്. വരവിൻ്റെ സ്ഥാനത്ത് ശനിയാണെങ്കിൽ പോലും 3, 6, 11 നിൽക്കുന്ന ശനിയല്ല, ഏത് പാപഗ്രഹമാണെങ്കിലും 3, 6, 11 നിന്നാൽ അത് ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഗുണത്തിൽ വരുന്ന ഒരു സ്ഥാനമാണ് 11 ശനിനെ സംബന്ധിച്ച്. അപ്പോൾ അത് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്ന ഒരു അവസ്ഥയാണ് പുതുവർഷം. അതുകൂടാതെ രാഹു 10 കർമ്മസ്ഥാനത്താണ് വരുന്നത്. 10 കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിൽ പരമായ സ്ഥാനം, പ്രവൃത്തിയുടെ സ്ഥാനം, ഇതെല്ലാം കർമ്മസ്ഥാനമാണ്. അപ്പം തൊഴിലിൽ തടസ്സം ഉണ്ടാകാം, കാര്യതടസ്സങ്ങളുണ്ടാകാം, തൊഴിലിൽ പ്രശ്നങ്ങളുണ്ടാകാം, മേലധികാരികളിൽ നിന്നും വഴക്ക് കേൾക്കാനോ അവരിൽ നിന്നും നല്ല അനുഭവം കിട്ടാതെ വരികയോ, ഇതെല്ലാം ഈ രാഹു 10 നിന്നാൽ വരാവുന്നതാണ്. അപ്പോൾ പ്രവൃത്തിപരമായിട്ട് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു സമയമായിരിക്കും രാഹു 10 നിൽക്കുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക്. അതുകൂടാതെ തന്നെ കേതു 4 ഇവർക്ക് നിൽക്കുന്നത്. ഈ 4 കേതു ഗുണകരമല്ല. കുടുംബത്തിൽ കലഹം ഉണ്ടാകാം, കുടുംബകലഹം ഉണ്ടാവും, തടസ്സങ്ങൾ, ദാമ്പത്യ സുഖഹീനത, മാതാവിന് ദോഷം, മാതൃജനങ്ങൾക്ക് ദോഷം, സുഹൃത്തുക്കളായിട്ടുള്ള വിരോധം, ബന്ധുജന വിരോധം, ഇതെല്ലാം കേതു 4 നിൽക്കുമ്പോൾ വന്ന് സംഭവിക്കാവുന്നതാണ്. അപ്പോൾ മൊത്തം നോക്കുമ്പോൾ വേഴത്തിനെ കൊണ്ട് ഗുണവും ശനിയെ കൊണ്ട് ഗുണവും രാഹു കേതുക്കളെ കൊണ്ട് ദോഷവും, അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായാണ് ഇവിടെ ഈ പുതുവർഷത്തിൽ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് നക്ഷത്രപരമായിട്ട് ഉണ്ടാവുന്ന പുതുവർഷ ഫലം. പരിഹാരമായിട്ട്, ഇതിൻ്റെ ദോഷപരിഹാരമായിട്ട് ചെയ്യേണ്ടത് ഇവർ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തണം. വിഷ്ണു അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെയോ കൃഷ്ണനെയോ വഴിപാടുകൾ സമർപ്പിക്കാം. അവർക്ക് യഥാസ്ഥിതി ചെയ്യാവുന്ന വഴിപാട് നടത്താം. അത് നടത്തി വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. അതുകൂടാതെ അവർ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത്, വ്യാഴാഴ്ച തോറും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അതുകൂടാതെ ഗണപതിക്ക് വഴിപാട് നടത്തുന്നതും വളരെയധികം നല്ലതാണ്. ഗണപതിക്ക് നാളികേരോടച്ച് ദോഷങ്ങളെല്ലാം മാറുന്ന, വിഘ്നേശ്വരൻ ദോഷങ്ങൾ മാറ്റുന്നതും തടസ്സങ്ങൾ മാറ്റുന്നതും ദേവനാണല്ലോ. അപ്പോൾ വിഘ്നേശ്വരന്
വഴിപാട് നടത്തി നാളികേരം മുടച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ദോഷാനുഭവങ്ങൾ മാറുന്നതിന് നല്ലതാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.